വിജയകഥ. Legends Talk QKCA. കേൾക്കാം ഇവരുടെ ഗമനകഥ. Legends Talk QKCA. തുടരാം നമ്മുടെ ചുവടുകളിൽ. Legends Talk QKCA. വിജയം പാകിയ ചടുലകഥ. Legends Talk QKCA. Legends Talk QKCA. Legends Talk QKCA. Legends Talk QKCA. നമസ്കാരം. ലെജൻഡ്സ് ടോക്ക് QKCAയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് QKCAയിലെ ഒരു കൊച്ചു താരമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസിക്കൽ ഡാൻസ് പരിശീലിച്ച് ഈ അടുത്ത കാലത്ത് പ്രശസ്ത സംവിധായകനായ ഷാജൂൻ കാര്യാൽ നേതൃത്വം നൽകുന്ന ഫസ്റ്റ് ക്ലാപ്പ് എന്ന സിനിമാ സംഘടന നടത്തുന്ന ദും ധന ദും എന്ന ഓൺലൈൻ റിയാലിറ്റി ഷോയിൽ ക്ലാസിക്കൽ ഡാൻസ് വിഭാഗത്തിൽ ജൂനിയർ കാറ്റഗറി ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുകയും ഫസ്റ്റ് പ്ലേസ് കരസ്ഥമാക്കുകയും പ്രശസ്ത നിരവധി വേദികളിൽ പങ്കെടുക്കുകയും ഡാൻസ് അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റോസന സ്മിതു മേനമറ്റത്തിലാണ്. റോസനയ്ക്കും കുടുംബത്തിനും ലെജൻഡ്സ് ടോക്ക് QKCAയിലേക്ക് സ്വാഗതം. റോസനയുടെ കുടുംബം, സ്കൂൾ, പഠിക്കുന്ന ക്ലാസ്, ഇടവക എന്നീ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങൾ നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്ട് ഉരൂരിലാണ്. ഇടവക പൈസ്മോണ്ടും, വീട്ടുപേര് മേനമറ്റത്തിൽ. എൻ്റെ ചാച്ചൻ ഒരു എഞ്ചിനീയർ ആണ്. പിന്നെ അമ്മ മുഹമ്മദ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സാണ്. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അവർ 11th-ലും 12th-ലാണ് പഠിക്കുന്നത്. ഞങ്ങളെല്ലാവരും ബൗൺസ് പബ്ലിക് സ്കൂളിലാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ്. ക്ലാസിക്കൽ ഡാൻസിനോട് എങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്? സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? ഞാനൊരു 4 വയസ്സായപ്പോൾ തന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ ദോഹയിൽ തന്നെയുള്ള കലാമണ്ഡലം രുചിഷ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്താണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ മൂവീസൊക്കെ കാണുമായിരുന്നു TV-യിൽ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഡാൻസും മ്യൂസിക്കും. ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം അത് സ്വന്തം പാഷൻ ആയിട്ടാണോ തോന്നിയത്, അതോ പഠിത്തത്തിനും മറ്റു കാര്യങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹോബി ആയിട്ടാണോ തോന്നിയിട്ടുള്ളത്? എനിക്ക് ഡാൻസ് പാഷനായിട്ടായിരുന്നു തോന്നിയത്. പിന്നെ എനിക്ക് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും ഒത്തിരി പഠിക്കാൻ ആഗ്രഹമുണ്ട്. റോസന ഇതുവരെ പങ്കെടുത്തിട്ടുള്ള കോമ്പറ്റീഷൻസ് ഏതാണെന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഏതാണെന്നും ഒന്ന് പറയാമോ? റോസന ഫസ്റ്റ് അവള് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ദോഹയിൽ തന്നെയുള്ള ബിർള സ്കൂളിൽ നടത്തിയ ഒരു ഡാൻസ് ഫെസ്റ്റിവലിലാണ്. അന്ന് ആക്ച്വലി അവള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിലാണ് മനസ്സിലായത് അത് ഇവളുടെ ഏജ് കാറ്റഗറിയിൽ അതില്ല, കുറച്ചുകൂടെ വലിയ പിള്ളേർക്കാണ്. എങ്കിലും നമ്മുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊണ്ട് അവരത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പം കുറച്ച് നല്ല ഒരു കമന്റ്സ് ഒക്കെ വന്നു, ഇൻക്ലൂഡിങ് ജഡ്ജസ് ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. റോസനയ്ക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത ഒരു ഇവന്റ് ആയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോഹയിൽ തന്നെയുള്ള ഒരു മ്യൂസിക് ലവേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഫസ്റ്റ് ക്ലാപ്പ് എന്ന് പറയുന്നത്. അവര് 2022 ഒരു സൂപ്പർ ഡാൻസർ സീസൺ 22 എന്ന് പറയുന്ന ഒരു ഡാൻസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. അതില് ക്ലാസിക്കലിന് ഫസ്റ്റും അതുപോലെ ഫോക്ക് ഡാൻസ് അതിന് സെക്കൻഡും കിട്ടി. ആ സെയിം ഗ്രൂപ്പ് തന്നെ അവർ 2024 നടത്തിയിരുന്നു. അതിലും ഫോക്ക് ഡാൻസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. സ്കൂളില് ഇപ്പൊ 2-3 വർഷമായിട്ട് പാരന്റ്സ് ഡേക്കെല്ലാം ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് 2024 ഒരു ഓൺലൈൻ കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. സിനിമാക്കാരുടെ ഒരു സംഘടനയാണ് അത്, ഫസ്റ്റ് ക്ലാപ്പ് എന്ന് പറയുന്നത്. അതിലും ക്ലാസിക്കലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. പിന്നെ നമ്മുടെ ICC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഡാൻസ് പ്രോഗ്രാംസിലും ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഡാൻസ് പഠിക്കാനും അതിൽ പെർഫോം ചെയ്യാനും റോസനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? അതുപോലെ ഒരു റോൾ മോഡൽ ഉണ്ടോ? എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ പാരൻസ് ആയിരുന്നു. പിന്നെ എസ്പെഷ്യലി എൻ്റെ അമ്മയായിരുന്നു. അമ്മ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസിനൊക്കെ കൊണ്ടുവിടാൻ. പിന്നെ കോമ്പറ്റീഷൻ്റെ ഒക്കെ സമയത്ത് എൻ്റെ അടുത്തിരുന്ന് തന്നെ നല്ല എൻകറേജ് ഒക്കെ ചെയ്യുന്ന അമ്മയായിരുന്നു. പിന്നെ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്നത് അമ്മയായിരുന്നു. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു നല്ലതായിട്ട് എൻകറേജ് ചെയ്യുന്നത്. എൻ്റെ അപ്പച്ചൻ എനിക്ക് ചിലങ്ക വാങ്ങി തന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡാൻസ് കളിക്കുന്ന സമയത്ത് അപ്പച്ചനായിരുന്നു എനിക്ക് ചിലങ്ക വാങ്ങി തന്നത്. പിന്നെ എൻ്റെ അനുമ്പപ്പ എനിക്ക് ഒത്തിരി ഗിഫ്റ്റ്സ് വാങ്ങി തന്നു എല്ലാ ഡാൻസും കഴിഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
എന്താണ് റോസനയുടെ ആംബിഷൻ, പ്രത്യേകിച്ചും ഡാൻസ് എന്ന ഫീൽഡിൽ? എൻ്റെ അംബിഷൻ എനിക്ക് ഒത്തിരി ഡാൻസ് പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ കറന്റ് പഠിക്കുന്ന കുച്ചിപ്പുടിയാണ്. എനിക്ക് ഒത്തിരി ഡാൻസ് പഠിക്കാനുണ്ട്. അടുത്തത് ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്. QKCയിലെ പരിപാടികളിൽ പെർഫോം ചെയ്യുന്നത് റോസനെ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്? ഇതൊരു ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് QKCയില് നമ്മുടെ പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതില് ആർട്സിനും അതുപോലെ സ്പോർട്സിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട്. നമ്മുടെ ആർട്സ് ഓണത്തിനും ആനുവൽ ഡേക്കും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആർട്സ്, പിള്ളേരുടെ ഡാൻസ്, സോങ്സ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം റോസന ചെറുപ്പം പോലെ അതൊക്കെ അവർക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഈ ഒരു ഡാൻസിനും ഇതിനൊക്കെ ഒരു അഭിരുചി വളർത്താനുള്ള ഒരു ബേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കഴിഞ്ഞിട്ടാണ് പല സ്റ്റേജിലോട്ടും നമ്മൾ പോയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും QKCക്ക് അതിലൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അടുത്ത ചോദ്യം റോസനയുടെ പാരന്റ്സ് ആയ സ്മിതു അങ്കളിനോടും ജോഫി ആന്റിയോടുമാണ്. റോസനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്? അതിലേക്ക് നിങ്ങൾ എത്രമാത്രം കമ്മിറ്റഡ് ആണ്? ശരിക്കും പറഞ്ഞാൽ മോള് ഡാൻസ്, അവള് ചെറുപ്പം മുതലേ ഡാൻസ് വീട്ടിലാണേലും കളിച്ചോണ്ടതാണ്. അത് കണ്ട് ഞാൻ 4 വയസ്സ് മുതൽ ഇവിടെ ഡാൻസ് ചേർന്നത്. ഇനി മുമ്പോട്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പഠിത്തത്തിനെ ബാധിക്കാതെ മുമ്പോട്ട് ഡാൻസ്. ഈ ഒരു ചോദ്യം സോളമനോടാണ്. ഈ അടുത്ത കാലത്ത് ഭവൻസ് ഇന്ത്യൻ സ്കൂളിലെ ഹെഡ് ബോയ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അതിൽ കുടുംബത്തിനും QKCയ്ക്കും ജ്ഞാനായ സമുദായത്തിനുമുള്ള പങ്ക് എന്താണ്? തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ചാച്ചനൊക്കെ മിലിറ്ററി സർവീസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ലീഡർഷിപ്പ് സ്കിൽസും പിന്നെ ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു കഴിവൊക്കെ അതൊക്കെ എന്നെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. പിന്നെ QKCയിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് communities registered under the ICC. It's a well-maintained structural organization. എൻ്റെ ചാച്ചൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ട് നിന്നിട്ടുള്ളതാണ് 2 വർഷം. അപ്പോൾ പല കമ്മിറ്റി മീറ്റിംഗ്സും വീട്ടിൽ വെച്ച് നടക്കുമായിരുന്നു. അതിൽ നിന്ന് കേട്ടറിഞ്ഞ കുറെ ഡിസ്കഷൻസും ടോക്സും ഒക്കെ എന്നെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. QKCയെ പല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കുറെ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഇലക്ഷന് പങ്കെടുക്കാനും അത് ജയിക്കാനും ഉള്ള. ബിക്കോസ് എൻ്റെ ഈ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അവരുടെ ഈ പേഴ്സണാലിറ്റി ഒക്കെ മെച്ചപ്പെടുത്താനും അത് ശരിക്കും സഹായിക്കും. പിന്നെ ജ്ഞാനായ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു തനിമയും ഒരുമയും, പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ നമ്മൾ കല്യാണം കൂടുവാണെങ്കിൽ തമ്മിലുള്ള ആ ഒരു സ്നേഹവും സഹകരണവും അവരുടെ ആ കോപ്പറേഷൻ ഒക്കെ അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഡാൻസിന്റെ ലോകത്തിലേക്ക് സ്വയം എത്തിപ്പെട്ട് തന്റെ ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിച്ച് പുരസ്കാരങ്ങൾ നേടി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട റോസനയും കുടുംബവും പങ്കുവച്ച അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. റോസനയും സോളമനും ബെഞ്ചമിനും ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി റോസന ആൻഡ് ഫാമിലി, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. ലെജൻഡ്സ് ടോക്ക് QKC ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ പുതിയ അനുഭവങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ്. ഞാൻ സ്വീഡൽ ജോസഫ് ആയത്തിൽ. ഞാൻ ജെഫ് തോമസ് സുരേഷ് കരോട്ടുകുന്ന്. Legends Talk QKC.